എടി വല്ലതും കഴിച്ചോ? ഞാൻ ഒന്നും കഴിച്ചില്ല. നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞല്ലേ പോയത് വല്ലതും കഴിക്കണം. മണി ഇപ്പൊ 6 മണിയാ. പറയുന്നത് ഒരു വക കഴിക്കാതെ കുത്തിരിക്കുന്ന ഉദ്ദേശത്തോ? ഒന്നാമത് വയ്യാത്തതൊക്കെയാ. എനിക്ക് വയ്യാതായാലൊക്കെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഭാര്യ മൈര ഒരു നിന്റെ വരുന്നേ. പറഞ്ഞാ നിനക്കെന്ത് മനസ്സിലാവാത്തത്? അവള് വന്നില്ലല്ലേ. അവള് ഈ മാസം അവസാനമൊക്കെ ആകുമ്പത്തേക്ക് അവള് വരത്തില്ലേ ഉള്ളൂ. ആ ഒരു സമയത്തേക്ക് ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് എടുത്താൽ മതി എന്നല്ലേ പറഞ്ഞു. അവള് വന്നിട്ട് 2 മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് അവളങ്ങ് പോയി. എനിക്ക് എനിക്ക് പറ്റത്തില്ല. അത് അങ്ങനാണോ പറ്റത്തില്ലെന്ന് നമ്മള് എടി പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം നിനക്ക് അറിയാനാണ്. നമ്മുടെ കാര്യത്തിൽ തന്നെ അന്ന് അവള് കഴിഞ്ഞ തവണ വന്നിട്ട് പോയപ്പോ തന്നെ നല്ല പ്രശ്നമായതാ. അതുകൊണ്ട് ഈ അത് തവണ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ എനിക്ക് ചേച്ചിയായിട്ടും എന്തൊരു അവസരം ഉണ്ടാക്കിട്ടാ ഞാൻ കൈയെടുത്തോളാം ചേച്ചി. എനിക്കല്ലാണ്ട് പറ്റത്തില്ല. ഞാൻ ഒരു ഞാൻ പറയട്ടെ ഇത്രയും വർഷമായി എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നോ? എടി ഒന്നുമില്ലെങ്കിലും ആണ് നീ പറയുന്നേ ഒന്ന് മനസ്സിലായി നിനക്ക്. എടി ചേച്ചി കാലം എന്ത് കാര്യമായിട്ടാ നിങ്ങളെ ഞാൻ നോക്കുന്നത് സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എടി ചേച്ചി ഗൾഫിൽ പോയപ്പം അതിനൊരു കുറവ് പോലും വരുത്താതെ അതിനേക്കാൾ നല്ല രീതിയിൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സുഖങ്ങളും തരുന്നുണ്ട്, മാനസികമായാലും ശാരീരികമായാലും. എന്റെ ഭർത്താവ് പോലും എന്റെ ഭർത്താവിനെ പോലും ഞാൻ ഇങ്ങനെ നോക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരണമെങ്കിൽ ഞാൻ എന്തുമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവും നിങ്ങളൊന്ന് ഓർത്തോളൂ. സമ്മതിച്ച്. ഞാൻ ഇപ്പൊ നിന്റെ അടുത്ത് വേറൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് നിർത്താന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നീ പറഞ്ഞത് സത്യമാണ്. എനിക്ക് അവളിൽ നിന്ന് കിട്ടാത്തത് അല്ലെങ്കിൽ അവള് പോയതിന് ശേഷം എനിക്കൊരു ഭാര്യ എന്ന നിലയിലുള്ളത് അല്ലെങ്കിൽ എല്ലാം നീ കിട്ടിയിട്ടുണ്ട്. സമ്മതിച്ച് കിട്ടിയിട്ടുണ്ടെന്നല്ല, കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ശരീരമായിട്ടാണെങ്കിലോ എന്തോ ആയിക്കോട്ടെ. അപ്പം എടി ഇതിപ്പോ അന്ന് തന്നെ അവള് വന്ന കൊച്ചിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ലീവ് എടുത്ത് ഒരു 20 ദിവസത്തേക്ക് വന്നിട്ട് നിനക്കറിയാം. അന്ന് തന്നെ എന്തെല്ലാം പ്രശ്നമായിട്ടാ പോയത്. അതെല്ലാം നിർത്തി എന്നുള്ള വിശ്വാസത്തില അവള് പിന്നെ രണ്ടാമത് പോയത്. അവള് എന്നിട്ട് ഇത് പിടിച്ചില്ല. എനിക്കറിയാൻ വേണ്ടി ഇത് കഴിഞ്ഞപ്പോ അവള് വരുമ്പത്തേക്ക് ഏട്ടാ പക്ഷെ പറയുന്നതല്ലേ, എനിക്ക് പറ്റത്തില്ല. ഒന്ന് നോക്ക്, എന്നും രാത്രി നിങ്ങളെ വിളിച്ച് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം നിങ്ങളെ രാത്രി ഇവിടെ വന്നാ എന്റെ കൂടെ കിടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അങ്ങ് പോവുക ചെയ്യുന്ന. അപ്പൊ എനിക്കത് ഒരു 2 മാസത്തേക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഓർക്കുമ്പോ എന്റെ അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. എടി ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പൊ നിന്റെ കെട്ടിയവനാണെങ്കിൽ അവനെല്ലാം വന്നു കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇപ്പൊ ഇത് കണക്ക് പറ്റുവോ? ഇപ്പൊ നീ അതുകൊണ്ട് പറഞ്ഞത് സമ്മതിച്ച്. അതുകൊണ്ട് അങ്ങേരെ നാട്ടിൽ വരാൻ സമ്മതിക്കാത്തത്. കുറച്ചുകൂടെ നിക്ക്, കടങ്ങളില്ലെന്ന് പറഞ്ഞ് അതെനിക്ക് നിങ്ങളൊന്ന് പിടിച്ചു നിർത്താൻ നോക്കൂ. പിടിച്ചു നിർത്താൻ അവളിപ്പോ നീ ഞാൻ പറയാന്നല്ലേ പറ്റത്തുള്ളൂ. അവളൊരു ആവശ്യത്തിന് വേണ്ടി വരുന്നില്ല. ഇപ്പം ഇന്നല്ലെങ്കിൽ നാളെയല്ലോ ഇപ്പോഴാകുമ്പോഴത്തേക്ക് 2 മാസത്തെ ലീവിന് അവള് വന്ന് എനിക്ക് പേടിയാ. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞ ചേച്ചിയുടെ അടുത്തായി പോകുന്നു. എനിക്ക് പേടിയുണ്ട്. അത് കണക്ക് ചേച്ചി തന്നാൽ പിന്നെ എപ്പോഴും കളിക്കാനൊക്കെ ശരീരവും ചേച്ചിയും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ആ സുഖം മതിയായിരിക്കുമല്ലോ. ആ പിന്നെ അമ്മയുടെ ചേച്ചിയുടെ സുഖം മാത്രം ആവശ്യമില്ലായിരിക്കും. മതി എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുമല്ലോ. നിന്റെ പുറകെ ഇങ്ങനെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ ഇപ്പം കൊറേ ആയില്ലേ ചേച്ചിയുടെ അത് കിട്ടിയിട്ട്, 2-2.5-3 വർഷമായി. അപ്പൊ പിന്നെ പുതുമ പോലെ ആയിരിക്കുമല്ലോ. അപ്പം പിന്നെ ഇനി വീണ്ടും എന്നെ വേണ്ടാതായോണ്ട് എനിക്ക് പേടി. എനിക്ക് പറ്റൂല. വേണ്ടതാവത്തില്ലല്ലോ. കഴിഞ്ഞ തവണ നിനക്കറിയാമോ അവള് വന്നിട്ട് ഞാൻ അവളൊന്നും ചെയ്യാത്തതിന് അവള് എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിയാമേ. എനിക്കിപ്പോ അവളോട് താല്പര്യമില്ല, അല്ലെങ്കിൽ അവളെ ഇപ്പം വേണ്ട, അങ്ങനെ ആ ഒരു പ്രശ്നത്തിനിടയിലാണ് നമ്മുടെ പ്രശ്നം വലിച്ചഴിച്ചിട്ടത്. ഈ പ്രാവശ്യം അവരും വരുമ്പത്തേക്ക് പറഞ്ഞ് അവള് അത് ചിന്തിച്ചായിരിക്കും വരുന്നത്. നമ്മൾ അവളെ ചിന്തിച്ചായിരിക്കും വരും. എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിന്നെ വേണ്ടെന്ന് വെക്കുവോ? ചേച്ചി അങ്ങനെ ചെയ്യില്ല. ജസ്റ്റ് വന്നിട്ട് ഒരു തവണയോ 2 തവണയൊക്കെ മതി. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പോവണ്ട. എടി അത് ഇപ്പൊ നിനക്ക് എന്തൊരു പറയാനാ. അവള് കഴിഞ്ഞ തവണ വന്ന സമയത്താണെങ്കിലും ഒറ്റ തവണ പോലും ഞാൻ അവളെ ചെയ്തില്ല.
അതിന്റെ പ്രശ്നം അതെനിക്കറിയാം. നിനക്കറിയാം. അങ്ങനല്ലേ? അതെനിക്കറിയാം. അങ്ങനെ പ്രശ്നമായപ്പോഴാണ് ചേച്ചി പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ വേറെ എവിടുന്നോ കിട്ടുന്നതും ആ ഉണ്ടാന്നൊക്കെ ആണെന്നറിയാം. ഈ എനിക്കറിയാം. തവണ നമ്മള് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പം എങ്കിലോ നിന്റെ എനിക്ക് ഭർത്താവ് ഉറക്കം വന്നാൽ കൂടി തന്നെ വയ്യ. ഇപ്പൊ നിന്റെ ഭർത്താവ് വന്നാൽ തന്നെ അവന് അവനെന്തെന്ന് പറഞ്ഞാലും നിനക്ക് കളിക്കാൻ കൊടുത്തേ പറ്റത്തുള്ളൂ. കൊടുക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റത്തില്ല, കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അതും കൂടെ നോക്കിയേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ അവള് വരുമ്പോഴത്തേക്ക് അവളെ കളിക്കാതിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാലും എനിക്ക് അവക്ക് ആ ഒരു ഇത് വെച്ചാ വരുന്നത്. അപ്പൊ അതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇപ്പൊ അവള് വരുന്നതിന് മുന്നേ ആണെങ്കിൽ ഇപ്പൊ നിന്റെ ഭർത്താവില്ലാത്തതുകൊണ്ട്, അവൻ ഗൾഫിലായതുകൊണ്ട്, എന്റെ ഭാര്യ ഗൾഫിലായതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ആഴ്ച എനിക്ക് വർക്കില്ലാത്ത ദിവസങ്ങളും അല്ലാത്ത ദിവസങ്ങളിലും നൈറ്റ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ നിന്റെ കൂടെ വന്ന് കിടന്ന് എല്ലാം കളിച്ചിട്ടത് പിറ്റേന്ന് വരാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതാ ആ ഒരു 2 മാസം നടക്കത്തില്ലെന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ആ അത് 2 മാസം ഞാൻ എങ്ങനെ പരമാവധി വരാൻ നോക്കാം. അതുപോലെ ഞാൻ പരമാവധി വരാൻ നോക്കാം. ഉം. എന്തിന് ചേച്ചി ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മയില് തരണം നിനക്ക് കേട്ടോ. പറഞ്ഞാൽ എന്ത് മനസ്സിലാവാത്ത? ഏട്ടാ, നിങ്ങൾ എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചാലും എനിക്ക് സത്യത്തെ അതിൽ സന്തോഷമേ ഉള്ളൂ. എടി സമ്മതിച്ചെടി നീ കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു പക്വതയോടെ ചിന്തി 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ ഇടയ്ക്ക് വേണമെങ്കിൽ നിനക്ക് ഇപ്പൊ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കിടക്കണ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു കളിക്കണ ഒരു എന്റെ കൂടെ ഇത് എനിക്ക് അത് തന്നെയല്ലേ. മാത്രം മതിയെന്നാണോ? അത് മാത്രം മതിയെന്നാണോ പറയുന്നത്? അപ്പൊ അത് എനിക്ക് നിങ്ങളോട് മാത്രം മതി എന്നല്ല. സ്നേഹമില്ലേ? ഇപ്പൊ ഞാൻ അതിന് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വന്നതാ. 2 മാസത്തെ കൂടുതൽ മിസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കോള് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഈ നാടകത്തിനെല്ലാം പോംവഴി ഒപ്പിക്കാം. 2 മാസത്തേക്കല്ലേ ഉള്ളൂ. കേൾക്കുന്നില്ല. എന്നിട്ട് നീ ഒന്ന് അടങ്ങ്. നിനക്ക് പറഞ്ഞ എന്താ മനസ്സിലാവുന്നത്? നീ അതിനു വേണ്ടി ഉം. ഫുഡും കഴിക്കാതെയും നീ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീ അവൻ വിളിച്ച ഫോൺ എടുക്കില്ലെന്ന് അവൻ എന്നെ വിളിച്ചവൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് താല്പര്യം സത്യം പറഞ്ഞ നിനക്ക് പോലെ ഞാൻ ഈ സംസാരിക്കാൻ. സ്വഭാവം കളയണമെന്നാണ് പറഞ്ഞത്. നിനക്കറിയാം അങ്ങേരവിടെ അവൻ അങ്ങേരവിടെ ഒരു പോയി കഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങേരുടെ ഓപ്പൺ മൈൻഡ് മോക്ക് അതൊരു വേണ്ടിയിട്ടാ. പച്ചവെളുത്ത് പറഞ്ഞ അവൻ അങ്ങനത്തെ ഒരു സംശയം ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. നീ കാണിക്കുന്ന ദിവസങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും എത്ര ആൾക്കാർ വിളിച്ച് അവരുടെ നമ്മുടെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും അവൻ നമ്മളെ അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നീ കാണിക്കുന്ന തോന്നിയാസില്ല. ആ കാര്യം മാന്യമായിട്ട് സംസാരിക്കണം. ചേട്ടാ ഇങ്ങനെ വലിച്ചിറക്കി നിനക്ക് ഉള്ളത് ഞാൻ അവള് വന്നാലും വന്നില്ലേലും നമ്മളെന്നും കാണും. അങ്ങേര് വാ തുറന്ന് കടത്തിന്റെ കാര്യം മാത്രമേ പറയത്തുള്ളൂ. നേരിച്ചുള്ള സ്നേഹത്തിൽ ഒരു വാക്ക് സംസാരിക്കാൻ അങ്ങേരെ കൊണ്ട് പറ്റത്തില്ല. എടി നീ അങ്ങോട്ട് എടി ഇപ്പൊ നമ്മൾ എന്ത് പറയാ, നീ അങ്ങോട്ടും കൂടെ കുറച്ച് സ്നേഹത്തോടെ നിക്കണം. നീ ഇപ്പൊ ഞാൻ വിളിക്കുന്ന മാത്രമേ ഭയങ്കര സ്നേഹത്തോടെ അവൻ ഇന്നലെ കൂടെ എന്നെ വിളിച്ചായിരുന്നു. നീ വിളിച്ചിട്ട് എന്താ വലിച്ചിറക്കി ഇരിക്കുവാണ് എന്നും പറഞ്ഞോണ്ട്. അവൻ നമ്മളെ രണ്ടിനും അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. നീ അതില്ലാതാക്കാതെ നീ രണ്ടാമത്തെ കാര്യം പിന്നെ പോകുന്ന സമയത്ത് പോലും അവനൊന്നും ചെയ്യാനൊന്നും കൊടുത്തതുമില്ല. എന്നിട്ട് അവനായതുകൊണ്ടാണ്. എന്റെ ഭാര്യയെ കണ്ടോ അവൾക്ക് അത് ചെയ്യാത്തതുകൊണ്ട് അവൾക്ക് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന അറിയാമോ? അതാ അതും കൂടെ അവകാശമാണ്. പിന്നെ ഫുഡ് കഴിക്കാതെയൊക്കെ ഇരുന്ന് അസുഖങ്ങൾ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊന്നുമുള്ള എനിക്ക് നോക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. ഇനിയും കിടക്കുന്ന ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് അവള് വരത്തുള്ളൂ. ഇനി എനിക്ക് കിടക്കുന്ന ഒരു 10-20 ദിവസം. ഇന്നിങ്ങോട്ട് വരണം. നീ അതിന് ഇപ്പോഴേ കിടന്നില്ല. എന്താ പറയാ, എവിടെയോടെ വെള്ളപ്പൊക്കം കൊണ്ടുപോയിട്ട് ഇപ്പോഴേ കൊണ്ടുപോയിട്ട് ആവശ്യമുണ്ടോ? ഇന്നിങ്ങോട്ട് വരുവോ? ഞാൻ ഇന്ന് വരാം. ഇന്നെനിക്ക് നൈറ്റ് വർക്കില്ല. ഞാൻ വരാം എന്തായാലും. കൊച്ചോ? മോളവിടെ ചുമ്മാ ഈ ആളുകളുടെ അസുഖങ്ങളൊന്നും ഫുഡും കഴിക്കാതെ ഞാൻ പറഞ്ഞേക്കാം. ഉം. പിന്നെ മോൾ സ്കൂളിൽ നിന്ന് വരാറായില്ലല്ലോ.
ഉം? മോളെന്തേ? മോളിവിടെ ഉണ്ട്. കൊച്ചിനെ പോലെ സ്കൂളിൽ വിടാൻ പോലും എനിക്ക് പറ്റിയില്ല. ഏ? കൊച്ചിനെ പോലും സ്കൂളിൽ വിടാൻ എനിക്കൊന്നും പറ്റിയില്ല. നിനക്ക് പറ്റുന്നു, നിനക്ക് എങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കുകയല്ലേ? പറഞ്ഞ ഒരു തരത്തിലുള്ള ഒരു ഇതില്ല. നിനക്ക് പറഞ്ഞ ഒരു കാര്യം അതിന് കേൾക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാനോ ഒരു പണ്ട് ചിന്തിക്കാതെ എടുത്തടി ചെയ്ത പ്രവർത്തികളുടെ ഫലമായിട്ടാണ് നമ്മള് ഇപ്പം അവർക്ക് ഇത്രയും ഡൗട്ടും കാര്യങ്ങളും വന്നത്. എനിക്കറിയാലോ, ഇനി അവനെയും കൂടെ അങ്ങനെ ഡൗട്ടും കാര്യങ്ങളും വരുത്തിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. നീ നേരെ സംസാരിക്കരുത് പറയാം. ഓക്കെ. ഇന്ന് രാത്രി ഞാൻ വല്ലതും മേടിച്ചോണ്ട് വരണം. വരുമ്പം ഒന്നും വെച്ച് കഴിക്കാൻ കാണത്തില്ലെന്നറിയാം. ഒന്നും വെച്ചില്ല. കൊച്ചിന് കൂടുതൽ കാശ് കൊടുത്തു. ഇത് അണ്ടി അല്ല, ഞാൻ പുറത്തായി പോയി, വെളിയിൽ നിൽക്കുമായിരുന്നു. എല്ലാവർക്കും ഞാൻ നല്ലത് പറഞ്ഞല്ല. എന്താണ്ട അമ്മ വിളിക്കുന്നു. ഞാൻ എങ്കിൽ വരാം. ശരി. അമ്മയുണ്ട്, അവര് വൈകിട്ടേ പോകത്തുള്ളൂ. ശരി. കേട്ടോ? ഇനി നേരെ ചൊവ്വേ ഇരിക്കണേ. ഞാൻ വരാം. രാത്രി ഞാൻ എന്തായാലും വരാം. എന്നിട്ട് നാളെ ഞാൻ വരത്തുള്ളൂ. ഓ ശരി ശരി.